പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 6ലെ സയൻസ് ചാപ്റ്റർ 5 ആണ്. മുൻപുള്ള 4 ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ്. കാണാത്തവർ ദയവായി ആ വീഡിയോസ് കൂടെ കാണുക. ഇന്ന് നാം പറയാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസ്. വിവിധ വസ്തുക്കളെ എങ്ങനെയെല്ലാം വേർതിരിക്കാം എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഏതെല്ലാം രീതിയിലാണ് വേർതിരിക്കുന്നത്? മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ: ഹാൻഡ് പിക്കിംഗ്, ത്രഷിംഗ്, വിന്നോവിംഗ്, സീവിംഗ്, സെഡിമെൻറ്റേഷൻ, ഡിസെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ഇവോപ്പറേഷൻ. ഈ മെത്തേഡ്സ് എല്ലാം ഉപയോഗിക്കുന്നത് മിക്സായി കിടക്കുന്ന വിവിധ തരം വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യാനാണ്. ഏതൊക്കെയാണ്? ഹാൻഡ് പിക്കിംഗ്, ത്രഷിംഗ്, വിന്നോവിംഗ്, സീവിംഗ്, സെഡിമെൻറ്റേഷൻ, ഡിസെൻറ്റേഷൻ, ഫിൽട്രേഷൻ ആൻഡ് ഇവാപ്പൊറേഷൻ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഹാൻഡ് പിക്കിംഗ്. വളരെ സിമ്പിളാണ്, നമുക്കറിയാം. ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് എടുത്തു മാറ്റുക. The simple process of separating slightly bigger sized harmful substances or other useful substances or impurities like small pieces of stones, husk and dirt from the grains of wheat, pulses and rice is called hand picking. അതായത് നാം ഇപ്പോൾ ഗ്രെയിൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ പലതരം ഇമ്പ്യൂരിറ്റീസ്, ഹാംഫുൾ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് സബ്സ്റ്റൻസ് എല്ലാം അടങ്ങിയിരിക്കും. ഇവയെ വേർതിരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ അവയെ സെപ്പറേറ്റ് ചെയ്യുന്നു. ആ രീതിക്കാണ് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ ചിലപ്പോൾ ഹാംഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയ സബ്സ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് ആയിരിക്കാം. പക്ഷേ എന്തായിരിക്കണം? സ്ലൈറ്റ്ലി ബിഗ്ഗർ സൈസ്ഡ് ആയിരിക്കണം. അതായത് നമുക്ക് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ കഴിയുന്ന അത്ര വലിപ്പം ഇത്തരം വസ്തുക്കൾക്ക് ഉണ്ടായാൽ മാത്രമേ എന്തുപയോഗിക്കാൻ പറ്റുള്ളൂ? ഹാൻഡ് പിക്കിംഗ് എന്ന പ്രോസസ്സ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തത് പറയുന്നത് ത്രഷിംഗ് ആണ്. ത്രഷിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ എഡിബിൾ പാർട്ട്, ദാറ്റ് ഈസ് ഗ്രെയിൻ സീഡ്സ് ഫ്രം ദ സ്റ്റോക്ക് ബൈ ഐദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്, ബുള്ളോഗ്സ് ഓർ സംടൈംസ് ബൈ ബീറ്റിംഗ് ദം. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ ഗ്രെയിൻസ് നമ്മൾ ഉണ്ടാകുന്നത് എവിടെയാണ്? വയലുകളിലൊക്കെയാണ് ഉണ്ടാകുന്നത്. ഈ ഗോതമ്പ്, നെല്ല് പോലുള്ള വസ്തുക്കൾ, ഇവയെ ഈ തണ്ടിൽ നിന്നും വേർതിരിക്കുന്ന പ്രോസസ്സാണ് എന്ത്? ത്രഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോതമ്പ്, നെല്ല് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവ ഉണ്ടാകുന്ന ചെടിയിൽ നിന്നും അവയെ വേർതിരിക്കുന്ന പ്രോസസ്സാണ് എന്ത്? ത്രഷിംഗ്. ഒന്നല്ലെങ്കിൽ അത് മാനുവലായിട്ട് മനുഷ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മെഷീൻ്റെ സഹായത്തോടെ ചെയ്യുന്നു. ഇറ്റ് ഈസ് മാനുവലി ഇംപോസിബിൾ ടു പ്ലക്ക് each grain seed which is very small in size from the stalk, and hence hand picking as a method of separation does not work here. എന്തുകൊണ്ടാണ് ഇതിൽ ഹാൻഡ് പിക്കിംഗ് ഉപയോഗിക്കാത്തതെന്നാണ് പറയുന്നത്. കാരണം ഓരോ ഗ്രെയിനും ഓരോ സ്റ്റാക്കിൽ നിന്നും മാനുവലായിട്ട് നമുക്ക് എടുത്തു മാറ്റുന്നത് ഒരുപാട് ടൈം വേസ്റ്റിങ്ങും മാത്രമല്ല ഈ ഗ്രെയിനിൻ്റെ സൈസ് വളരെ ചെറുതായതിനാലും ഒരുപാട് ടൈം വേസ്റ്റിങ്ങുമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സുമാണ്. അതുകൊണ്ട് ഇതിൽ ഹാൻഡ് പിക്കിംഗ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നില്ല. അതിനാലാണ് ത്രഷിംഗ് ഉപയോഗിക്കുന്നത്. ത്രഷിംഗ് ഒന്നല്ലെങ്കിൽ മാനുവലായിട്ട് നാം മനുഷ്യർ തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നു. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് വിന്നോവിംഗ്. Winnowing can be defined as the method of separating lighter husk particles and heavier grain seed components by blowing a current of air through them. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഗ്രെയിനിൽ ഈ ഹസ്ക് പോലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസ് ഉണ്ടാവും. മലയാളത്തിൽ ഉമി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് അത് താഴേക്ക് ഇടുമ്പോൾ അതിന് നേരെ നമ്മൾ ഒരു എയർ സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ഈ കാറ്റ് കൊണ്ടിട്ട് ഈ വെയിറ്റ് ഇല്ലാത്ത ഹസ്ക് പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ആവുകയും ഗ്രെയിൻസ് വേറൊരു പാത്രത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? വിന്നോവിംഗ് എന്ന് പറയുന്നത്. ദ ലൈറ്റർ ഹസ്ക് പാർട്ടിക്കിൾസ് ആർ ക്യാരീഡ് എവേ ബൈ ദ വിൻഡ്. ഈ ഹസ്ക് പാർട്ടിക്കിൾസ് കാറ്റ് കൊണ്ട് വേറെ ഭാഗത്തേക്ക് പറന്നു നീങ്ങുന്നു. ദ ഗ്രെയിൻ സീഡ്സ് ഗെറ്റ് സെപ്പറേറ്റഡ്. അപ്പോൾ ഈ ഹസ്ക് ഇല്ലാത്ത ഗ്രെയിൻ സീഡ്സ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്യാനും സാധിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിക്ചറിൽ നോക്കിയാൽ വളരെ വ്യക്തമാകും.
ഇനി പറയാൻ പോകുന്നത് സീവിങ് എന്താണെന്നാണ്. സീവിങ് ഈസ് എ വെരി സിമ്പിൾ, കൺവീനിയൻറ്റ് ആൻഡ് ടൈം സേവിങ് പ്രോസസ് ത്രൂ വിച്ച് പാർട്ടിക്കിൾസ് ഓഫ് വേരിയിങ് സൈസസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സീവ്. ഒരു സീവിൻ്റെ അല്ലെങ്കിൽ ചിത്രത്തിൽ കാണാം ഒരു അരിപ്പയുടെ സഹായത്തോടെ സൈസിൽ വളരെയധികം വ്യത്യസ്തമുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് സീവിങ്. എ സീവ് ഈസ് നത്തിങ് ബട്ട് എ സിമ്പിൾ ഡിവൈസ് വിത്ത് സ്മോൾ പോർസ്. ചെറിയ ദ്വാരങ്ങളുള്ള ഒരു ഡിവൈസാണ് എന്ത് സീവ് എന്ന് പറയുന്നത്. ഇൻ ഇറ്റ് വിച്ച് അലൗ ഫൈനർ മെറ്റീരിയൽസ് ലൈക്ക് ഫ്ലേവർ ടു പാസ് ത്രൂ ലീവിങ് ബിഹൈൻഡ് എനി ഇംപ്യൂരിറ്റീസ് ഇറ്റ് മൈറ്റ് കണ്ടെയ്ൻ. അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു പാർട്ടിക്കിൾ നമുക്ക് ആവശ്യമായതിൻ്റെ സൈസ് വളരെ കുറവും അതിലുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് കുറച്ചു കൂടുതലുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സീവ് ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ സീവിൻ്റെ ദ്വാരങ്ങൾ വളരെ ചെറുതായതിനാൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ മാത്രം താഴേക്ക് വരികയും ഇമ്പ്യൂരിറ്റീസ് ആ സീവിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്കവയെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് സെഡിമെൻറ്റേഷൻ എന്താണെന്നാണ്. സെഡിമെൻറ്റേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the process through which dirt and other heavier particles in a mixture settle at the bottom of the vessel when water is added to it. അപ്പോൾ ഒരു മിക്സ്ചറിൽ ഡേർട്ട് ചെളിയോ എന്തെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവയെ വാട്ടറായിട്ട് മിക്സ് ചെയ്യുന്നു. വാട്ടറായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഡേർട്ട് എല്ലാം അടിയിലേക്ക് അടിഞ്ഞുകൂടുന്നു. അത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ. വെൻ ദ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് പാർട്ടിക്കിൾസ് ഹാവ് സെറ്റിൽഡ്, the clear water which forms the upper layer is moved to the different container and the dirt and dust is done away with. അപ്പോൾ ഡേർട്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്നിവ അടങ്ങിയ ഒബ്ജക്റ്റ് നമ്മൾ വാട്ടറായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡേർട്ട് കാര്യങ്ങളെല്ലാം താഴെ അടിഞ്ഞുകൂടുകയും അതിൻ്റെ മുകളിൽ വരുന്ന ക്ലിയർ ആയിട്ടുള്ള വാട്ടർ നമ്മൾ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എന്നറിയപ്പെടുന്നത്. ദിസ് ടെക്നിക് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് ടു ലിക്വിഡ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സോളിഡ് സ്റ്റേറ്റിലുള്ള കാര്യങ്ങളും ഒരെണ്ണം ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതുമായിരിക്കും. എന്നാൽ ടു ലിക്വിഡ് ആയി കഴിഞ്ഞാലും നമുക്ക് ഈ പ്രോസസ്സ് യൂസ് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് ഡിസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ടു ലിക്വിഡ്സ് ആണ് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മിസിബിൾ ലിക്വിഡ്സ്, അതായത് ദ ലിക്വിഡ്സ് വിച്ച് ഡു നോട്ട് മിക്സ് വിത്ത് ഈച്ച് അതർ. അതായത് വെള്ളവും ഓയിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിൽ എന്താണ് മിക്സ് ആവുകയില്ല. അത്തരത്തിലുള്ള ലിക്വിഡ്സിനെയാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസെൻറ്റേഷൻ എന്ന പ്രോസസ്സ് വഴി ഇങ്ങനെ ഇമ്മിസിബിൾ ആയ ലിക്വിഡ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഡിസെൻറ്റേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടെക്നിക് ത്രൂ വിച്ച് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഓർ എ ലിക്വിഡ് ആൻഡ് എ സോളിഡ് സബ്സ്റ്റൻസ് ആർ സെപ്പറേറ്റഡ്. ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ലിക്വിഡും ഒരു സോളിഡും അടങ്ങിയ മിക്സ്ചർ ആയി കഴിഞ്ഞാലും സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഡിസെൻറ്റേഷൻ എന്ന പ്രോസസ്സ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ടേക്ക് ദ കേസ് ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ. ദർ ആർ ടു എക്സാമ്പിൾസ് ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്. Once we pour oil in water, oil forms the upper layer of water and can be easily separated by gently pouring the mixture in another container till all the oils have been removed. അപ്പോൾ നാം ഒരു മിക്സ്ചർ എടുക്കുകയാണ്, അതിൽ ഓയിലും വാട്ടറും അടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഓയിലും വാട്ടറും ഒരിക്കലും തമ്മിൽ മിക്സ് ആവുകയില്ല. അത് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. ഓയിൽ വാട്ടറിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് അത് മറ്റൊരു കണ്ടെയ്നറിലേക്ക് ആ ഓയിൽ പൂർണ്ണമായും മാറ്റുന്നതുവരെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡിസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നാം പറയാൻ പോകുന്നത് ഫിൽട്രേഷനെ കുറിച്ചാണ്. സിമ്പിളാണ്. ഫിൽട്രേഷൻ ഈസ് ദ പ്രോസസ് through which smaller particles like dirt etc. are separated from a solution by making the solution passing through a medium, often a filter paper. അപ്പോൾ നമുക്ക് എന്ത് ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡേർട്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ എന്തിലുള്ള ഇംപ്യൂരിറ്റീസ് ആയിരിക്കണം? വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡിലുള്ള ഇംപ്യൂരിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ ഒരു ഫിൽറ്റർ പേപ്പറിലൂടെ കടത്തിവിടുന്നു. ദിസ് മീഡിയം ഈസ് സച്ച് ദാറ്റ് ഓൺലി ലിക്വിഡ്സ് ആർ ഏബിൾ ടു പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ ഈ ഫിൽറ്റർ പേപ്പറിനൊരു പ്രത്യേകതയുണ്ട്. അതിലൂടെ
വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് മാത്രമേ പാസ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ അതിലൂടെ കടത്തി വിടുമ്പോൾ അതിലുള്ള ലിക്വിഡ് പാർട്ട് മാത്രം കടന്നു പോവുകയും ഇംപ്യൂരിറ്റീസ് ഒരു സൈഡിൽ അടിഞ്ഞു കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഫിൽട്രേഷൻ എന്ന പ്രോസസ്സിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന ഡേർട്ടിനെയാണ്. ഇനി the medium is such that only liquids are able to pass through it because of the presence of very tiny pores. അത്രയും വളരെ ചെറിയ ദ്വാരങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ പേപ്പറിൽ ഉള്ളത്. The filter paper is molded to form a cone and this cone-like structure is then affixed to a funnel through which the dirty solution is allowed to pass. Sometimes filtration can also be applied to separate പൾപ്പ് ആൻഡ് സീഡ്സ് ഫ്രം ദ ജ്യൂസ്. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, ഈ ഫിൽറ്റർ പേപ്പർ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ മടക്കിയെടുക്കുന്നു. എന്നിട്ട് അതിലൂടെ നമുക്ക് ക്ലിയർ ആക്കേണ്ട സൊല്യൂഷൻ, ഡേർട്ട് അടങ്ങിയ സൊല്യൂഷൻ ആ ഫിൽറ്റർ പേപ്പർ കോൺ ഷേപ്പിൽ മടക്കിയ ഫിൽറ്റർ പേപ്പറിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ ഡേർട്ട് മാത്രം മുകളിൽ അടിഞ്ഞുകൂടുകയും അതിൻ്റെ ടൈനി പോസിലൂടെ ലിക്വിഡ് പാർട്ട് മാത്രം താഴേക്ക് വരികയും ചെയ്യുന്നു. മാത്രമല്ല ഈ ഫിൽട്രേഷൻ എന്തിനും ഉപയോഗിക്കാം. നമുക്ക് ഈ ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസിലെ പൾപ്പും സീഡും സെപ്പറേറ്റ് ചെയ്യാനും ഉപയോഗിക്കാം. നമ്മൾ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്താണ്, അരിപ്പ എന്ന് പറയില്ലേ, അതൊക്കെ തന്നെയാണ് ഈ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പൾപ്പും സീഡ്സും സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അതും ഫിൽട്രേഷൻ എന്ന പ്രോസസ്സ് വഴി നടക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഫിഗറാക്കി കൊടുത്തിരിക്കുകയാണ്. ആദ്യം പറഞ്ഞത് സെഡിമെൻറ്റേഷൻ, ദ പ്രോസസ് ഇൻ വിച്ച് ഇൻസോലുബിൾ ഇംപ്യൂരിറ്റി സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിക്വിഡ് ടു ഫോം സെഡിമെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസോലുബിൾ ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് സെഡിമെന്റേഷൻ വഴിയാണ്. ഇനി ഡിസെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലോ, ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഡിസെൻറ്റേഷൻ. അല്ലെങ്കിൽ ഒരു മീഡിയം ലിക്വിഡും ഒരു മീഡിയം സോളിഡും ആണെങ്കിലും നമുക്ക് ഏത് പ്രോസസ്സ് ഉപയോഗിക്കാം, ഡിസെൻറ്റേഷൻ എന്ന പ്രോസസ്സ് ഉപയോഗിക്കാം. അവസാനം പറഞ്ഞത് ഫിൽട്ടറേഷനെ കുറിച്ചാണ്. ദ പ്രോസസ് ബൈ വിച്ച് വെരി ഫൈൻ ഇൻസോലുബിൾ സോളിഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം എ ലിക്വിഡ് സോളിഡ് മിക്സ്ചർ. അപ്പോൾ ലിക്വിഡ് സോളിഡ് മിക്സ്ചർ ആണ്, അതിലെ സോളിഡ് പാർട്ട് ആ ലിക്വിഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ് ഏത് മെത്തേഡ്, ഫിൽട്രേഷൻ എന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന മെത്തേഡാണ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ലിക്വിഡ് ഇൻ ടു ഗ്യാസ് ഓർ വേപ്പർ ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓർ പ്രഷർ ഓഫ് ദ ലിക്വിഡ്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ലിക്വിഡ് ഫേസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ ആക്കി മാറ്റുന്നു. എങ്ങനെയാണ് മാറ്റുന്നത്, ഒന്നല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു ലിക്വിഡിനെ ഗ്യാസോ വേപ്പറോ ആക്കി മാറ്റുന്ന പ്രക്രിയ പ്രോസസ്സാണ് ഇവോപ്പറേഷൻ. ദിസ് പ്രോസസ് ഈസ് ഓഫൺ യൂസ്ഡ് ടു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം സോൾട്ട് വാട്ടർ ഓർ സോൾട്ടി സീ വാട്ടർ. അപ്പോൾ സോൾട്ട് വാട്ടറിൽ നിന്നോ സീ വാട്ടറിൽ നിന്നൊക്കെ സോൾട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. ഇനി കണ്ടൻസേഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കണ്ടൻസേഷൻ ഈസ് defined as the simple process of converting gas or vapor to its liquid form by decreasing the temperature or pressure. അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ലിക്വിഡിനെ ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ ആക്കുന്നത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷറാണ്. ഇവിടെ നമ്മൾ ഒരു ഗ്യാസിനെയോ അല്ലെങ്കിൽ വേപ്പറിനെയോ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെ, ബൈ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ഓർ പ്രഷർ. ടെമ്പറേച്ചർ കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കുകയോ ചെയ്ത് നാം ഒരു ഗ്യാസ് ഫേസിലുള്ള ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ വസ്തുവിനെ എന്തിലേക്ക് മാറ്റുന്നു, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവോപ്പറേഷനും കണ്ടൻസേഷനും നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് വൺ ദാറ്റ് കണ്ടെയ്ൻസ് ദ മാക്സിമം പോസിബിൾ കോൺസെൻട്രേഷൻ ഓഫ് എ പർട്ടിക്കുലർ സൊല്യൂട്ട്. അപ്പോൾ നാം ഒരു സൊല്യൂട്ട് എടുത്തു കഴിഞ്ഞ് അതൊരു സോൾവെൻറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സൊല്യൂഷനായി മാറും. സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നിട്ടാണ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ ഒരു സൊല്യൂട്ടിൻ്റെ മാക്സിമം എമൗണ്ട്, മാക്സിമം ക്വാണ്ടിറ്റിയാണ് എന്ത്, സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ആ
ആ ക്വാണ്ടിറ്റി, ആ സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതെന്താവില്ല, ഡിസോൾവ് ആവില്ല, അലിഞ്ഞു ചേരില്ല. ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, സാച്ചുറേറ്റഡ് പോയിന്റ്. അത്തരത്തിലുള്ള സൊല്യൂഷനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ സൊല്യൂട്ട് എന്താണ്? സൊല്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ വെരി സ്മോൾ എലമെന്റ് ഇൻ എ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ. സൊല്യൂഷനിൽ അലിഞ്ഞു ചേരുന്ന ആ സാധനത്തിനെയാണ് എന്ത് പറയുന്നത്, സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂട്ടും സോൾവെന്റും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, സൊല്യൂഷൻ ഉണ്ടാകുന്നത്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്താൽ തന്നെ അതെന്താവില്ല, ഡിസോൾവ് ആവില്ല. അപ്പോൾ കണ്ടെയ്ൻസ് ദ മാക്സിമം പോസിബിൾ കോൺസെൻട്രേഷൻ ഓഫ് എ പർട്ടിക്കുലർ സൊല്യൂട്ട്. ഒരു സൊല്യൂട്ടിൻ്റെ മാക്സിമം കോൺസെൻട്രേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു, ഈ സൊല്യൂട്ട് ആഡ് ചെയ്ത് സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, സൊല്യൂട്ടിനെ, ആ സൊല്യൂഷന് ഡിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ബിക്കോസ് ഹീറ്റിംഗ് ദ സൊല്യൂഷൻ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ സോല്യൂബിലിറ്റി ഓഫ് സോൾട്ട് ഓർ എനി സൊല്യൂട്ട് ആൻഡ് ഹെൻസ് മോർ എമൗണ്ട് ഓഫ് ദ സെയിം സൊല്യൂട്ട് ക്യാൻ നൗ ബി ഡിസോൾവ്ഡ് ഇൻ ദ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ. അപ്പോൾ സാച്ചുറേറ്റഡ് പോയിന്റിലെത്തിയ ഒരു സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂട്ടാൻ പറ്റും, ആ സോൾട്ടിൻ്റെ സോല്യൂബിലിറ്റി, അതിലേക്ക് കുറച്ചുകൂടി സോൾട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂട്ടിൻ്റെ സോല്യൂബിലിറ്റി കുറച്ചുകൂടി നമുക്ക് കൂട്ടിക്കൊടുക്കാം. സാച്ചുറേറ്റഡ് പോയിന്റ് കുറച്ചുകൂടെ കൂടും. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി സം ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്, ഓർത്തിരിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ്. എന്താണ് ചേർണിംഗ്? ദ പ്രോസസ് ഓഫ് ഷേക്കിംഗ് മിൽക്ക് ഓർ ക്രീം ഇൻ ഓർഡർ ടു അലൗ ലൈറ്റർ പാർട്ടിക്കിൾസ് ടു കം ടു ദ സർഫസ് ഇൻ ഓർഡർ ടു മേക്ക് ബട്ടർ ഈസ് കോൾഡ് ചേർണിംഗ്. നമ്മൾ ഈ മിൽക്ക് അല്ലെങ്കിൽ ക്രീമൊക്കെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ലൈറ്റർ പാർട്ടിക്കിൾസ് ആ മിൽക്കിൻ്റെയോ അതിൻ്റെ ക്രീമിൻ്റെയോ സർഫസിലേക്ക് വരികയും നമുക്ക് അതിൽ നിന്ന് ബട്ടർ വേർതിരിച്ചെടുക്കാനും പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് ചേണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലിൽ നിന്നെല്ലാം ബട്ടർ ഉണ്ടാക്കുന്നത് ഈ ചേണിങ് എന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷേക്ക് ചെയ്യുമ്പോൾ ലൈറ്റർ പാർട്ടിക്കിൾസ് സർഫസിലേക്ക് വരുന്നു. ഇനി പ്യുവർ സബ്സ്റ്റൻസ്, ദിസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സബ്സ്റ്റൻസ് കമ്പോസ്ഡ് ഓഫ് ഓൺലി എ സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. ഒരൊറ്റ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. അതിൽ മിക്സ്ചർ ഇല്ല, ഒരൊറ്റ സബ്സ്റ്റൻസ് മാത്രമേ അടങ്ങിയിരിക്കുകയുള്ളൂ. ഇംപ്യുവർ സബ്സ്റ്റൻസ്, എ സബ്സ്റ്റൻസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. വ്യത്യസ്ത തരമായ പാർട്ടിക്കിൾസ് ചേർന്നുണ്ടാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് ഇംപ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിൽ ധാരാളം ടൈപ്പ് വസ്തുക്കൾ അടങ്ങിയിരിക്കും. മറ്റത് പ്യുവർ, ഒറ്റ ടൈപ്പ് പാർട്ടിക്കിളെ അടങ്ങിയിരിക്കുകയുള്ളൂ. ഇനി സബ്ലിമേഷൻ, when a solid directly gets converted into vapor, this process is known as sublimation. നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ്, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. അപ്പോൾ സോളിഡിൽ നിന്ന് പിന്നെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അടുത്തയിലേക്ക് മാറുന്നത് ഏതായിട്ടാണ്, ലിക്വിഡ് ആയിട്ടാണ്. എന്നാൽ സബ്ലിമേഷൻ എന്ന പ്രോസസ്സിൽ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് ചേഞ്ച് ആകുന്നു. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലെങ്തി വീഡിയോയാണ്, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുക. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, വിവിധ തരം സെപ്പറേഷൻ മെത്തേഡ്സ് ആണ് അല്ലേ. ഹാൻഡ് പിക്കിംഗ്, വിന്നോവിങ്, സീവിങ്, സെഡിമെൻറ്റേഷൻ, ഡിസെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ദെൻ പറഞ്ഞത് ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു.